ഇസ്ലാം ഇണചേരുന്നത് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണോ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ആയിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. എങ്കിൽ ആ ഇണചേരുന്നതിന് പോലും പ്രതിഫലമുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വഫീ ബുദ്ഇ അഹദിക്കും സദഖ, നിങ്ങൾ ഇണചേരുന്നതിൽ പോലും പ്രതിഫലമുണ്ട്, സദഖയുണ്ട്, സദഖയുടെ പ്രതിഫലം അതിനുണ്ട്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അയഅതി അഹദുനാ ശഹ്വതഹു വയകൂനു ലഹു ഫീഹാ അജ്റുൻ, ഞങ്ങളിൽ ഒരാൾ അവരുടെ ലൈംഗിക വികാരം ശമിപ്പിക്കുവാൻ വേണ്ടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പോലും പ്രതിഫലമുണ്ടോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, അറഅയ്തും ലൗ വഅഹാ ഫീ ഹറാമിൻ അകാന അലൈഹി ഫീഹാ വിസ്റുൻ, അയാൾ ഹറാമായ മാർഗത്തിലൂടെയാണ് തൻ്റെ വികാരത്തെ ശമിപ്പിക്കുന്നതെങ്കിൽ അയാൾക്ക് കുറ്റമില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, അതെ, അത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. എങ്കിൽ ഫകദാലിക, അതേപോലെ ഇദാ വഅഹാ ഫിൽ ഹലാലി കാന ലഹു അജ്റുൻ, അതിനവർ ഹലാലായ മാർഗത്തിലൂടെ ഉപയോഗപ്പെടുത്തുമ്പോൾ അവർക്കതിന് പ്രതിഫലമുണ്ട്. അങ്ങനെ പ്രതിഫലം ലഭിക്കാനുള്ള കാരണങ്ങൾ പലതാണ്. അതിൽ ഒന്ന്, അവർ ഹറാമിലേക്ക് പോവാതെ ഹലാലു മതി എന്ന് തീരുമാനിക്കുന്നു, ആ നിയ്യത്തിനൊരു പ്രതിഫലമുണ്ട്. രണ്ടാമത്തത്, ഇവിടെ സദഖ എന്ന് പറഞ്ഞു, ഭാര്യ ഭർത്താവിന് നൽകുന്ന സദഖ, ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്ന സദഖകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ലൈംഗികാസ്വാദനം പരസ്പരം നൽകുക എന്നുള്ളത്. അതിലൂടെ അവർ അവരുടെ കടപ്പാടുകൾ നിർവഹിക്കുന്നു. അതേപോലെ തന്നെ തെറ്റായ മാർഗങ്ങളിലേക്ക് പോവാതെ തന്നെ ഹലാലായ മാർഗത്തിൽ തങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് കുടുംബത്തെ സംരക്ഷിക്കലാണ്, ഭർത്താവിനെ സംരക്ഷിക്കലാണ്, ഭാര്യയെ സംരക്ഷിക്കലാണ്. ഈ ഒരു നസീഹത്തോടുകൂടി, ഈ ഒരു ഗുണകാംക്ഷയോടുകൂടിയാണ് തീർച്ചയായും ഒരു മുസ്ലിം തൻ്റെ ഇണകളുമായി ഇണചേരേണ്ടത്. അപ്പോൾ അത് പ്രതിഫലാർഹമായ കാര്യമായി തീരും. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ നിലക്കുമുള്ള ഹറാമുകളിൽ നിന്ന് തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്ന രൂപത്തിൽ, ഭർത്താവിനെ ഭാര്യയെ സംരക്ഷിക്കുന്ന രൂപത്തിൽ ഈ വിഷയത്തിൽ പരസ്പരം സംതൃപ്തിയും സന്തോഷവും നൽകുവാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം.